ബാഗംവാട്. ഇത് ഹസ്രത്ത് മീറാൻ വലി നഗർ ഫസ്റ്റ് സ്ട്രീറ്റ്. ഇവിടെ ഒരു ദർഗയാണ് ഉള്ളത്. എന്താ ഈ മല കണ്ടില്ലേ? ഇത് ദർഗയുള്ളത്. നമ്മളെന്തായാലും ഈ മലമ്മക്ക് കയറാനുള്ള ഒരു പരിപാടിയാണ്. പെട്ടെന്ന് ഈ വഴിയിൽ വന്നപ്പോൾ എന്താ ഇത് കയറിയതാണ്. മൈക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്താ ഹസ്രത്ത് സയ്യിദ് ഷാ മീറാൻ വലി, പിന്നെ ഖാദ്രി ദർഗ മസ്ജിദ്, ഉറായ് ഗ്രൗണ്ട്, പിന്നെ അവിടുത്തെ മുത്തവല്ലിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്പറും കാര്യങ്ങളൊക്കെ. ഇതാ ഇവിടെയും വേറെ എന്തൊക്കെയുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് മസ്ജിദും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ ചെയ്യുക, അതിൻ്റെ മുകളിലോട്ടൊന്ന് കയറാനുള്ള പരിപാടിയാണ്. മുകളിലോട്ട് കയറാം. ഇവിടെ ഒരു ദർഗമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്താ ചെയ്യാം, അതിൻ്റെ മുകളിലോട്ട് കയറാം. അതാ നല്ലത്. അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴിയാട്ടത്. അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴിയാണിത്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. കണ്ടില്ലേ? നല്ല അടിപൊളി സ്ഥലം. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ? അപ്പം എന്താ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് കാലം, വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷമായി അപ്പോൾ ആ വർഷം കാലങ്ങളിൽ ഇവിടെ വന്നെന്തോ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധ്യാനത്തിൽ ഇരുന്ന ഒരു സ്ഥലമാണിത്. ഒരു സൂഫി വര്യൻ്റെ ദർഗയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂഫി വർഗിൻ്റെ മക്ബറയിലേക്ക് പോകുന്ന വഴിയണ്ടാ. നല്ല അടിപൊളി സ്ഥലം കണ്ടില്ലേ? എന്താ രസമല്ലേ കാണാൻ. അപ്പോൾ കയറി പോയേക്കാം. കയറിയല്ല, ഒരുപാട് കയറാണ്ടിട്ടാ. നമുക്ക് കയറാണ്. നല്ല വെയിലാണ്, പൊരി വെയിലാണ്. ഇപ്പോൾ ഏകദേശം 12 മണി ആ സമയമാണിപ്പോൾ. പണ്ടാണ്ട് കയറുമ്പോൾ ഉള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പുടുത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ சொன்னே? നല്ല രസം ഉണ്ടാവും അല്ലേ? എന്തായാലും അവർ പറഞ്ഞ് നല്ല അടിപൊളിയിൽ വീഡിയോ എടുക്കുന്ന, ഒരുപാട് വലിയ വീഡിയോ ഒക്കെ എടുക്കുന്ന പറഞ്ഞത്. ഇതേമാതിരി ഞാൻ കയറിയിട്ടുള്ള താരഗഡ്, പിന്നെ അതുപോലെ വേറെ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അജ്മീർ, താരഗഡ്, ആ ഓർമ്മ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നേ ഇതിങ്ങനെ കയറി പോകുമ്പോൾ. എന്താ നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടില്ലേ? നല്ല കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചു. ഈ പാറൻ്റെ വലിപ്പമൊക്കെ നോക്കി, അയ്യോ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. അത്രക്ക് സൂപ്പർ സ്ഥലമാണ്. കയറി ഇവിടെ കുറച്ച് തണലുണ്ട്. അവൻ കയറി അവിടെ എത്തി. എന്താ രസമല്ലേ? ഇവിടെയൊക്കെ വന്ന് ജീവിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഇല്ലേ? നല്ല ഈ സ്റ്റെപ്പ് കാണുമ്പോൾ ഭയങ്കര രസം. ഈ വെയിലത്ത് കയറുകയെന്ന് പറയുമ്പോഴേ കുറച്ച് പാടുള്ള പണിയാണ്, ചില്ലറ പണിയൊന്നുമല്ല. അതായത് അങ്ങോട്ടുള്ള കാഴ്ച കണ്ടില്ലേ? എന്താ ഭംഗിയല്ലേ കാണാൻ. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വേറൊരു ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയ ഇത് കാണുന്നുണ്ട്. എന്തായാലും ഈ നാട്ടിൽ നിന്ന് ഞാൻ എന്താ ചെയ്യുന്നത്, തിരിച്ച് പോവാണ്. അപ്പോൾ അതാ നമ്മളങ്ങോട്ട് കയറി പോവാണ്. കണ്ടില്ല? അവിടെ കുരങ്ങനൊക്കെ തൂങ്ങുന്നുണ്ട്. കാണുന്നുണ്ട് നിങ്ങൾക്ക്? അവിടെ ഒരു കുരങ്ങനൊക്കെ തൂങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് എങ്ങോട്ട് ഫുള്ളായിട്ട് കയറുക. ഇതാണ് ഇത് കണ്ടില്ലേ? ഒരു വെള്ള പെയിൻ്റ് അടിച്ച് ചുമരൊക്കെ വെച്ചിട്ടുള്ള കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ദർഗ മാത്രമാണോ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം. എത്ര കയറി ഇതിൻ്റെ താഴത്തൊക്കെ നോക്കി കണ്ട എന്താ ഭംഗിയല്ല ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ. ഓ രക്ഷയില്ല, അത്രക്കും ഭംഗിയായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ. അപ്പോൾ ഇതാ ഇവിടെ ഉള്ള ഒരു ദർഗത കാണുന്നത്.
ഇവരെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഭയങ്കര ചൂടാണ്. ഇതിനുള്ളിൽ ചെരുപ്പിടാൻ കഴിയില്ല. കണ്ടാ എൻ്റെ ദർഗ കാണുന്നു. ഇവിടുന്ന് താഴത്തോട്ടുള്ള വ്യൂ ഒന്ന് കണ്ടില്ലേ, എന്താ രസമല്ലേ കാണാൻ. മാഷാ അല്ലാ. ഇല്ലേ, എന്തോ ഭംഗിയല്ലേ കാണാൻ. അവിടെയൊക്കെ ഉണ്ട് ദർഗകൾ, അവിടെയൊക്കെ ഉണ്ട് കാണാനേ. അവിടെയൊക്കെ ദർഗകളുണ്ട്, ഉണ്ടല്ലേ. അവിടെയൊക്കെ പോകുമ്പോൾ ചെരുപ്പൂരി പോകണം. പക്ഷേ ചെരുപ്പൂരി പോകുമ്പോണ്ടല്ല കാല് പൊള്ളുന്നു. കണ്ടില്ലേ, കാല് കിടന്ന് പൊള്ളുകയാണ്. ഇവിടൊക്കെ ദർഗ കണ്ടില്ലേ, കണ്ടില്ല ദർഗ. ദർഗകളാ, പേരും കാര്യങ്ങളൊന്നും ഇവിടെ എഴുതി വെച്ചില്ല. എന്താ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ കുരങ്ങന്മാർ കണ്ടില്ലേ. പോലെ പെടുന്നതാ ഇതിൽ ഇപ്പോൾ ഒരു ചൂടിൽ ഇതിൽ വെള്ളം കണ്ടില്ല, പച്ച കളറിൽ വെള്ളം. പക്ഷെ വെള്ളമൊന്നും പറ്റിയിട്ടില്ല. ഭയങ്കര അത്ഭുതമായിട്ടാ. അമ്മായിരത്തെ ചൂടാണ്. കണ്ടില്ല കുരങ്ങന്മാർ. ഇവരുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ഇവർ ഫോണൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോകും. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാ. അവിടെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കാണുന്നുണ്ടോ അറിയില്ല. ഒരു ഡോറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. എന്താ ഇവിടെ ഒരു പനമരമുണ്ട്. ഫുള്ള് പാറകളാ. എന്തായാലും ആ സൈഡിലോട്ട് ഇനി ഒന്ന് പോയേക്കാം. കുരങ്ങന്മാരുടെ കൊച്ചുങ്ങളുണ്ട്. വലിയ പാറ. എന്താ ഇതിമെന്തോ വരച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ, നിങ്ങളിത് കാണുന്നുണ്ടോ? എന്തോ വരച്ചു വെച്ചിരിക്കണ്ട. ബുദ്ധൻ്റെ ഒരു ഇത് മാതിരിയല്ലേ. എന്തൊക്കെ ഇതിമ വരച്ച് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഒന്നും തെളിയുന്നില്ല. സൈഡായി ഒരു ചെറിയൊരു മസ്ജിദാണിത്. സൈഡായി മൃഗന്മാർ കണ്ടോ ഇവിടെ, ഇല്ലേ. ഇതൊക്കെ ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ മക്ബറയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ. അതിൻ്റെ അതുക്ക് മേലെ എന്നെ ദർഗ ഇരിക്കണ്ട. ഇല്ല, ഇത് മറ്റും തല്ലേ. ഇതാണ് ലാസ്റ്റ്. ഇതിൻ്റെ ഉള്ളിലാണ് ഹജറത്ത് പീറാൻ വലിയ ഹുസൈനുള്ള അവരുടെ ദർഗ. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ്. ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും വേഗീട്ടൊക്കെ ആയിട്ട് തുറക്കുള്ളൂ. എന്താ ഇനി പിന്നെ ഇതിൻ്റെ ഇതിലോട്ട് പോകുമ്പോൾ തന്നെ എന്താ ഭയങ്കര തണുപ്പാട്ടോ അതിൻ്റെ ഉള്ളിൽ. കണ്ടില്ലേ, ഇവിടെ എന്തോ എന്താ എന്തൊക്കെ കാണുന്നുണ്ട് ഉള്ളിൽ. പിന്നെ ഉള്ളിലോട്ടൊന്നും പോകാൻ കഴിയില്ല. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാണാനുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ താഴത്ത് ഒരുപാട് ദർഗകൾ. ഇന്ന് இந்த இடத்துக்கு என்ன சொல்லுவே பாகம்பாடு. பாகம்பாடு टा ബാദവംപാട് എന്ന് சொல்லுவோம். ഈ സ്ഥലത്തിൻ്റെ പേര് ബാദവംപാട് ട്ടാ. ഒരുപാട് ദർഗയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ. എന്താ രസമല്ലേ ഈ സ്ഥലങ്ങൾ കാണാൻ. ഭയങ്കര ഭംഗി. താഴത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ. രക്ഷയില്ല. മാഷാ അല്ലാ, ഭയങ്കര വ്യൂ. വെയിലുകൊണ്ട് ഒന്നും കാണുന്നില്ല. ബ്രൈറ്റ്നെസ് ഫുള്ളാണ്. എന്നിട്ടും എനിക്കൊന്നും കാണുന്നില്ല. വീഡിയോ എടുക്കുന്നതിനുള്ളൂ. വെയിലൊക്കെ മാറിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കുരങ്ങന്മാർ കണ്ടില്ലേ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കാണാനുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ വ്യൂ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇത്ര ലോങ്ങിലെടുത്തപ്പോൾ ഉള്ളതാ. അത് കാണുന്നുണ്ട് കണ്ടാ. ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ കാണാനുള്ള കാഴ്ചകൾ കേട്ടോ. പിന്നത്തെ താഴത്ത് കൂടി റോഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കണ്ടില്ലേ. ഇതൊക്കെ തന്നെയുള്ളൂ ഇവിടെ കാണാനുള്ളത്. ഇതൊരു മസ്ജിദാണ്. മസ്ജിദിൻ്റെ ഉള്ളിൽ ഇതാണ് വരുന്നത്. ഇത്രേ വരുന്നത്. മസ്ജിദിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എന്താ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. മസ്ജിദൊക്കെ അവളോ വർഷം വായിച്ചല്ലേ. ഒരുപാട് വർഷമായി. ഇത് നമ്മളെ കൂടെ വന്നിരുന്നു. പേര് തന്നെ ടിപ്പു സുൽത്താൻ. അതായത് മൈസൂരിലുള്ള ടിപ്പു സുൽത്താനല്ല. ഇത് വേറെ ടിപ്പു സുൽത്താൻ. ഇൻഷാ അല്ലാഹ്.
അപ്പോൾ എന്തായാലും എന്താ ചെയ്യുക, നമ്മൾ താഴോട്ട് പോകാനുള്ള പരിപാടിയാണ്. വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ. അങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഈ വീട്ടിലോട്ട് പോകാം ഉള്ള പരിപാടിക്ക് ഇറങ്ങിയതാണ്. എന്താ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. ഇതൊന്ന് കണ്ടോളും ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ഒരു പേടി. ഇവിടെ ഈ പിടിക്കാൻ ഇതുണ്ടായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കണ്ടില്ല, ഇവിടുന്ന് താഴത്തുനിന്ന് കണ്ടില്ല, ഒരു വണ്ടി പോകുന്നൊക്കെ കണ്ടില്ല. റോഡ് നേരെ താഴത്ത്, പിന്നെ ഒരുപാട് പാറകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കണ്ടില്ലേ. താഴത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങിപ്പോവുകയാണ്. എന്തായാലും ഇനിയും വരണം. ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്താ പറയുക, ഒരു പൂതി തീർന്നില്ല. എന്തോ ഇവിടെ വെച്ച് പോകുന്ന പോലെ അത്രക്കും ഒരു മനസ്സിന് ഭയങ്കര ഒരു ശാന്തി ഇട്ട് ഇവിടെ വന്നപ്പോൾ. നല്ല കാറ്റ്, മുകളിലെത്തിയപ്പോൾ ചൂടുമുണ്ട്. എന്നാൽ അവിടെ ഇരിക്കാൻ നല്ല തണുപ്പുണ്ട്. ഇട്ടാൽ തണലോരമുണ്ട് പാറൻ്റെ, അതുകൊണ്ട് വെയിലില്ലാത്തത് കൊണ്ട്. എന്തായാലും ഇനിയും ഇവിടെ വരണം എന്നുള്ള ആഗ്രഹം. എന്തായാലും വരും. അപ്പം അങ്ങനെയൊക്കെയാണ് ഗെയ്സ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ വീഡിയോ എന്ത് ചെയ്യുന്നത്, ഇവിടെ കട്ട് ചെയ്യുന്നത് താഴത്തേക്കുള്ള. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പ്രശ്നമാണ്. എന്തായാലും നമ്മൾ മേലെന്ന് വരുമ്പോൾ കണ്ട കാഴ്ച തന്നെ താഴത്തുള്ളത്. എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആർക്കാടിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 5 കിലോമീറ്റർ ഉള്ളൂ. ആർക്കാടിൽ നിന്ന് ബാദംപാടി അല്ലേ, ബാദംപാടി എന്ന് സൊല്ലു. ഇങ്ങ ബാദംപാട് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. ബാദംപാട് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും ചോദിക്കും പഞ്ചപ്പാടവർ മലൈ. എന്താണ് പഞ്ചപ്പാണ്ഡവർ മലൈ എന്നാണ് പറയുക. എന്തായാലും ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യുക, താഴെ കമൻ്റ് പറയുക, കമൻറ്റിൽ അറിയിക്കുക, വിവരങ്ങൾ അറിയിക്കുക. എനിക്ക് വന്ന് കിട്ടിയ ഫീലിങ്സ് അത് തന്നെയാണ് നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. ഇവിടെ കണ്ടില്ല, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. തീർച്ചയായും നിങ്ങളും വരിക. ഓക്കെ, ഇവിടെ താഴെ കണ്ടില്ലേ, ഇവിടെ താഴത്തുണ്ട് ഒരുപാട് ദർഗകൾ കേട്ടോ. അപ്പം എന്താ ഇതും കൂടിയൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ താഴത്തുണ്ട്. താഴത്തിപ്പോൾ ഇതാ അവിടെ എന്തോ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട്. എന്താന്നുള്ള ഒരു ഐഡിയ ഇല്ല. അതെന്നാ പാമ്പിൻ്റെ പുറ്റാണോ? ആ പാമ്പില്ലേ, നമ്മളെ പാമ്പിൻ്റെ പുറ്റാന്ന് തോന്നുന്നുണ്ട്. പാമ്പുണ്ടോ അറിയില്ല. ഇവിടെ എന്തോ വിഗ്രഹങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്തോ വിഗ്രഹങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ചിലപ്പം പാമ്പൊക്കെ ഉണ്ടാവും. പാമ്പിൻ്റെ ഇത് പാമ്പില്ല, അന്തമാതിരി ഒരു ഇത് വെച്ചിരുന്നു ഇവിടെ ഇരിക്കും, തെറിയില്ല. ഇത് കണ്ടില്ല, ഒരു കുളം, ആമ്പലക്കുളം, ആമ്പലത്തിൻ്റെ കുളം ഇല്ലേ. ഇത് താഴത്തുള്ള. ഇനി പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട് ഒരു ഫോർട്ട് കാണാണ്ട്. ആ ഫോർട്ടിന് ഇപ്പം എന്തായാലും പൊരി വെയിലാണ്. എന്തായാലും വൈകുന്നേരം സമയത്ത് വന്ന് ആ ഫോർട്ടിലോട്ടൊക്കെ ഒന്ന് കയറാൻ നോക്കണം. എന്തായാലും ഭംഗി ഇവിടുത്തെ. എന്താല്ലേ ഓരോ സൃഷ്ടിപ്പേ.